നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. 12 പ്രാപഞ്ചിക നിയമങ്ങളിലൊന്നായ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള 28 ഡേയ്സ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ 1ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ മായ എം.ആർ, റിട്ടയർഡ് ടീച്ചർ, മൈൻഡ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനർ. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് ചലഞ്ചിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറ്റത്തിന്റെ പോസിറ്റിവിറ്റിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് അനുഭവിക്കാം. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന 12 യൂണിവേഴ്സൽ നിയമങ്ങളിൽ 4ാമത്തേതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രഹസ്യമാണിത്. ദ സീക്രട്ട് എന്ന തന്റെ ബുക്കിലൂടെ റോണ്ട ബയൺ ആണ് ലോകത്തിന് ഈ നിയമം ആദ്യമായി പരിചയപ്പെടുത്തിയത്. ലോ ഓഫ് അട്രാക്ഷൻ എന്നത് നമ്മൾ അതിതീവ്രമായി എന്ത് ചിന്തിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ അതുപോലെ അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ, ആളുകൾ, അവസരങ്ങൾ ഇവ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ്. എന്നാൽ പലർക്കും സംശയം ഉണ്ടാകാറുണ്ട്, ഇത് നടക്കുമോ ഇല്ലയോ, ഇതെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് ലോ ഓഫ് ഗ്രാവിറ്റി പോലെയാണ്. ലോ ഓഫ് ഗ്രാവിറ്റി എന്നാൽ നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തു പിടിവിട്ടാൽ താഴെ പതിക്കുന്നു. അത് നമ്മൾ ആഗ്രഹിച്ചാലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതുപോലെ തന്നെ സംഭവിക്കുന്നു. അതുപോലെ നമ്മുടെ ചിന്തകൾ എന്താണോ, നമ്മുടെ ചിന്തകളിൽ സന്തോഷമാണോ, സങ്കടമാണോ, ഭയമാണോ, നിരാശയാണോ, പോസിറ്റീവാണോ, നെഗറ്റീവാണോ, ഏതായാലും നമ്മുടെ നിരന്തരമായ ചിന്തകൾ എന്താണോ അത് തന്നെ നമ്മളിലേക്ക് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഭവിക്കുന്നു എന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തം അനുഭവങ്ങളിലൂടെ പരീക്ഷിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ദ സീക്രട്ട് എന്ന ബുക്കിൽ റോണ്ട ബയൺ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആ ഒരു സീരീസിൽ വരുന്ന റോണ്ട ബയണിന്റെ 3ാമത്തെ ബുക്കാണ് ദ മാജിക്. ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാന്ത്രിക ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ നന്ദിയുള്ളവരായിരുന്നാൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ കീ ടു മാനിഫെസ്റ്റേഴ്സ് എന്നാണ്. ഈ പുസ്തകത്തിൽ ദ മാജിക് എന്ന ഈ പുസ്തകത്തിൽ 28 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഉണ്ട്. ഓരോ ദിവസത്തെ പ്രാക്ടീസ് ഡേ 1, ഡേ 2 എന്ന രീതിയിൽ ഞാൻ ഇതുപോലെ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു നല്ല മാറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു 28 ഡേയ്സ് ജേണിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഡേ 1 പ്രാക്ടീസ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഏതൊരു കാര്യത്തിനും നന്ദി പറയുന്നത് അതിന്റെ മൂല്യം ഇരട്ടിയാക്കുന്നു. എന്നാൽ റോണ്ട ബയൺ പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് അവയ്ക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നതിനാണ് ഈ പ്രാക്ടീസ് എന്നാണ്. അതായത് രാവിലെ ഉണർന്നതിന് ശേഷം 5 മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ഇപ്പോഴുള്ള, നിങ്ങളോടൊപ്പമുള്ള നല്ല കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾക്കിപ്പോഴുള്ള നല്ല നല്ല അനുഭവങ്ങൾ ധാരാളമുണ്ട്. വീട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ശരീരം, മനസ്സ്, പണം, സമ്പത്ത്, സ്വർണം, നിങ്ങളുടെ ഡ്രസ്സ്, നിങ്ങൾക്കുള്ള പെറ്റ്സ്, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ സമയം, സൗഹൃദം, അങ്ങനെ അങ്ങനെ അങ്ങനെ
എന്തെല്ലാം നിങ്ങൾക്കായി ഉണ്ട്, സ്വന്തമായി ഈ ഭൂമിയിലുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഞാൻ എത്ര ഭാഗ്യവതിയാണ് ഇതെല്ലാം ഉള്ളതിന് എന്ന് അനുഭവിച്ച് അറിയുക. എനിക്കിതെല്ലാം ഉണ്ടല്ലോ, ഞാൻ എത്ര ഭാഗ്യവതിയാണ്. ശേഷം നിങ്ങളൊരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് നിങ്ങളുടെ ആരോഗ്യം, സമ്പത്ത്, കുടുംബം, വീട്, മക്കൾ, പങ്കാളി, ഉദ്യോഗം, സമയം, സൗഹൃദം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പെറ്റ്സ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സ്, ഡ്രസ്സ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫർണിച്ചർ, നിങ്ങളുടെ പൂന്തോട്ടം, നിങ്ങളുടെ ചെടികൾ, ഇങ്ങനെ 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 ഓരോന്നിനും കാരണസഹിതം നന്ദി എഴുതുക. അതായത് നിങ്ങൾ എന്താണോ എഴുതുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നന്ദി, അതിൻ്റെ കാരണവും കൂടി എഴുതണം. എൻ്റെ മക്കൾ എന്നെ അതിയായി സ്നേഹിക്കുന്നു, എൻ്റെ മക്കൾ അവരുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണവും കൂടി ചേർത്ത് അത് എഴുതുക. ഓരോന്നിനും നന്ദി എഴുതുക. അതായത് ഇവയിൽ ഏതിനാണോ നിങ്ങൾക്ക് ആ ദിവസം എഴുതാനുള്ളത് അതിന് നന്ദി എഴുതുക. ഏതെങ്കിലും പ്രത്യേക അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായാലും 10 കാര്യങ്ങൾക്ക് ഒരു ദിവസം നന്ദി എഴുതുക. ഉള്ള ഏതിനും നന്ദി എഴുതാം. നിങ്ങൾക്ക് കാഴ്ചശക്തി ഉള്ളതിന് നന്ദി, കാണാൻ കഴിയുന്നതിന് നന്ദി. പുതിയ കാര്യം ഒന്നുമില്ലെങ്കിൽ ഇന്ന് ഒന്നും നടന്നില്ല എന്ന് വിചാരിക്കരുത്. പകരം നിങ്ങൾക്ക് കാഴ്ചശക്തി ഉള്ളതിന് നന്ദി, നടക്കാൻ പറ്റുന്നതിന് നന്ദി, സംസാരിക്കാൻ പറ്റുന്നതിന് നന്ദി, പാടാൻ പറ്റുന്നതിന് നന്ദി, ശ്വസിക്കാൻ പറ്റുന്നതിന് നന്ദി എന്നൊക്കെ നമുക്ക് എഴുതാം. ഒരു ദിവസം പോലും എനിക്കിന്ന് 10 കാര്യമില്ലല്ലോ നന്ദി എഴുതാനെന്ന് വിചാരിക്കരുത്. കാരണം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അതായത് ഇവയിൽ ഏതിനാണോ നിങ്ങൾക്ക് ആ ദിവസം എഴുതാനുള്ളത് അതിന് ആദ്യം നന്ദി എഴുതുക. എഴുതിയ ശേഷം ഒന്നുറക്കെ, അല്പം ഉറക്കെ, അല്ലെങ്കിൽ മനസ്സിൽ വായിച്ചാലും മതി, മനസ്സിൽ പറഞ്ഞാലും മതി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ദിസ് ബ്ലെസ്സിങ് എന്ന് പറയുക. എഴുതുന്നത് വെറും യാന്ത്രികമായി ആവരുത്. കൊച്ചുകുട്ടികൾ മടിച്ചു എഴുതുന്ന പോലെയോ ഇഷ്ടമില്ലാത്ത അത് എഴുതുന്ന പോലെയോ ആകരുത്. വളരെ അനുഗ്രഹം നിങ്ങളുടെ ഹൃദയം തൊട്ട് ഫീൽ ചെയ്ത് പറയുകയും എഴുതുകയും വേണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും നല്ലത് എന്തായിരുന്നു എന്ന് സ്വയം ചോദിക്കുക. അത് ഓർത്ത് മനസ്സിൽ പറഞ്ഞും കൂടി ഉറങ്ങുക. ഈ അനുഭവത്തിനും ഇന്നത്തെ ദിവസത്തിനും നന്ദി എന്ന് പറയുക. ഇനി ഓരോ ദിവസവും ഓരോ അഫർമേഷൻസ് പറയണം. ഇതിൽ ആദ്യത്തെ ദിവസമായ ഇന്ന് അഫർമേഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതായി ആവർത്തിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്ന വാചകങ്ങളെ, സ്റ്റേറ്റ്മെന്റ്സിന് ആണ് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ അഫർമേഷൻ ഇതാണ്. ഈ ദിവസം മുഴുവൻ, ഫസ്റ്റ് ഡേ മുഴുവൻ ഈ അഫർമേഷൻ നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ പറഞ്ഞു നടക്കുക, മനസ്സിൽ പറഞ്ഞു നടക്കുക. എൻ്റെ ജീവിതം അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഓരോ അനുഗ്രഹത്തെയും തിരിച്ചറിയുന്നു. അതിനായി ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്നു. ഇതാണ് ഇന്നത്തെ അഫർമേഷൻ. നന്ദി എഴുതിയ ആ ഒരു പേജിന് മുകളിലായി മൈ ബ്ലെസ്സിങ്സ് ടുഡേ എന്ന് എഴുതണം, ഹെഡിങ് കൊടുക്കണം. ആ ദിവസം മുഴുവൻ അതിന്റെ എനർജി നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോ ഇന്നത്തെ ദിവസം 10 ബ്ലെസ്സിങ്സ് എഴുതുക. അതുപോലെ തന്നെ അഫർമേഷൻ പറയുക. ഉറങ്ങുന്നതിന് മുമ്പ് ആ ദിവസത്തെ ഏറ്റവും നല്ല അനുഭവം ഓർമ്മിച്ചെടുക്കുക. എല്ലാറ്റിനും നന്ദി പറയുക. ഇത് നിങ്ങൾക്കൊരു പുതിയ മാറ്റത്തിലേക്കുള്ള തുടക്കമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ഇഷ്ടമായെങ്കിൽ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളും ഇനിയും ഈ ചാനലിൽ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ആൾ. താങ്ക് യു യൂണിവേഴ്സ്.